അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റ ഫ്രണ്ട് എൻഡിൽ നിന്ന് നമ്മൾ ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാം. നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. നമ്മുടെ ഫ്രണ്ട് എൻഡിൽ നിന്ന് പോസ്റ്റ് റിക്വസ്റ്റ് വിടും, ഡേറ്റാബേസ് അത് സേവ് ചെയ്ത് വെക്കും. ആ സേവ് ചെയ്ത ഡേറ്റ ഗെറ്റ് ചെയ്ത് നോക്കും. രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ബോഡി പാഴ്സൺ എന്നുള്ള ലൈബ്രറി കയറ്റണം. നമ്മൾ ബോഡി പാസ് ചെയ്യണ്ടേ, നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ കൂടെ ഒരു സ്കീമൊക്കെ നമ്മൾ പഠിച്ചാൽ ഇപ്പോൾ ബോഡി പാസർ ഉപയോഗിച്ചിട്ട്, ബോഡി പാസർ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ വെയർ ആണ് ലൈബ്രറി. ബോഡി പാസർ എന്ന് പറഞ്ഞ ലൈബ്രറി ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് റിക്വസ്റ്റ് അയച്ചു, അത് ഡിഫറെൻറ്റ് ഫോർമാറ്റിലായിരിക്കും നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. ആ ഫോർമാറ്റിലായിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ബോഡി പാസർ എന്ന ലൈബ്രറി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ബോഡി പാസർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബോഡി പാസർ എന്ന ലൈബ്രറി npm ഇൻസ്റ്റാൾ ബോഡി പാസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ആയിക്കോളും. എന്നിട്ട് അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പാസർ ഇത് ചെയ്യണം, റിക്വയർ ചെയ്യണം ഒരു വേരിയബിളായിട്ട്. വാർ ബോഡി പാസർ. ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു മിഡിൽ വെയറാണ്, നമുക്ക് ഫ്രണ്ട് എൻഡിൻ്റെ ബാക്കിൻ്റെ മിഡിൽ നിൽക്കുന്നത്. അപ്പോൾ ആ റിക്വസ്റ്റ് വരുന്ന ഇതിലായിട്ടാണ്. അപ്പോൾ ബോഡി റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഡേറ്റ നമ്മൾ പാസ് ചെയ്യും, അത് ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ ഇതിൽ എൻകോഡും ഡീകോഡും ചെയ്യും, ഈ ഒരു പാസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഉപയോഗിക്കുന്ന രീതിയിൽ അതാണ് ഈ ലൈബ്രറി ചെയ്യുന്നത്. അപ്പം അത് ബോഡി പാസർ ലൈബ്രറി റിക്വയർ ചെയ്യും. ബോഡി പാസർ അപ്പം നമ്മളത് റിക്വയർ ചെയ്ത് ഇനി അതിൽ നമ്മളിവിടെ ജെയ്സൺ ഫോർമാറ്റ് ഉപയോഗിക്കാൻ പോകണം ഡേറ്റ പാസ് ചെയ്യാനൊക്കെ. ജെയ്സൺ ബോഡി പാസർ ഡോട്ട് ജെയ്സൺ ഫോർമാറ്റിലാക്കിയിട്ട് മനസ്സിലായാലും ബോഡി പാസർ റിക്വയർ ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ ജെയ്സണിലാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ഒരു മിഡിൽ വെയർ ആണ് ഡേറ്റ സെൻഡ് ചെയ്യാൻ. അതിൽ ഡേറ്റയുടെ ഫോർമാറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഡിഫറെൻറ്റ് ഫോർമാറ്റിലായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈബ്രറി ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കപ്പോൾ തുടങ്ങാം. അപ്പം നമുക്ക് ഒരു റൂട്ടർ ഇനി എങ്ങനെയാണ് നമുക്ക് റൂട്ടർ റിക്വസ്റ്റ് ചെയ്താൽ, ഫ്രണ്ട് എൻഡിൽ നമ്മൾ ഡേറ്റ പാസ് ചെയ്യാൻ നേരത്തെ കോമൺലി പോസ്റ്റ് റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞു. പോസ്റ്റ് റിക്വസ്റ്റ് ആകുമ്പോൾ എങ്ങനെയാണ് ബോഡിയിൽ പാസ് ചെയ്യാൻ പറ്റും, URL ഡേറ്റ കാണത്തില്ല. എല്ലാ റിക്വസ്റ്റും ഉപയോഗിക്കാം, പക്ഷെ നമുക്ക് ഒരു റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പോസ്റ്റ് റിക്വസ്റ്റ് വെച്ചാൽ ഡേറ്റ സേവ് ചെയ്യാനും ഗെറ്റ് കാണാൻ എടുക്കാനായിട്ട് ഗെറ്റ് ഉപയോഗിക്കണമെന്നാണ്. അപ്പോൾ നമുക്കപ്പോൾ തുടങ്ങാം. കൂടുതൽ പറയാനൊക്കെ നല്ല ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം റൗട്ടർ ഡോട്ട് പോസ്റ്റ് റിക്വസ്റ്റ് എടുത്തു. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഒരു എൻ പോയിന്റ് കൊടുത്തു. എൻ പോയിന്റിൽ ഇപ്പോൾ ഏതാ ഡെമോ എന്ന് പറയുന്ന എൻ പോയിന്റ് കൊടുക്കാം. ഡെമോ ആണോന്നില്ല, യൂസർ എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കാം. കോമ ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് കോമ റെസ്പോൺസ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ എൻ പോയിന്റിലായിട്ട് നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് അയക്കുന്ന ഡേറ്റ ചുമ്മാ ഇവിടെ കൺസോൾ ചെയ്ത് നോക്കാം. ജസ്റ്റ് ചുമ്മാ കാണാനായിട്ട് വരുന്നുണ്ടാകുന്നു. അത് വലിയ കാര്യമൊന്നും ഇത് വെച്ചാൽ നോക്കാം, ജസ്റ്റ് ഒന്ന് ലൈൻ ബൈ ലൈൻ എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ ഡേറ്റ വരുന്നത് വെച്ചാൽ റിക്വസ്റ്റ് തൊട്ട് ബോഡി ആയിട്ടാണ് വരുന്നത്. നമ്മളിവിടെ റിക്വസ്റ്റ് തൊട്ട് ബോഡി ആയിട്ടാണ് പാസ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് എൻഡിൽ നിന്ന്. അതിങ്ങനെ കൺസോൾ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പം ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടായാലോ എടുക്കുന്നു. നമ്മളിവിടെ എൻ പോയിന്റ് ഇത് ഹോപ്സ് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇത് ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്ത് ബാക്ക് എൻഡിലായിട്ട് റിക്വസ്റ്റ് അയക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഡിഫറെൻറ്റ് ടൂൾസ് ഉപയോഗിക്കാം. പോസ്റ്റ്മാൻ, ഹോപ്സ്കോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഹോപ്സ്കോച്ച് എന്ന ടൂളാണ്. അപ്പോൾ ഹോപ്സ്കോച്ച് API എന്ന് ടൈപ്പ് ചെയ്യുക, ഇവിടെ ഫസ്റ്റ് കാണും, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണും, അതിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ തന്നെ അവർ പറയും നിങ്ങളൊരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളൂ, ബ്രൗസർ എക്സ്റ്റൻഷൻ. അപ്പോൾ ബ്രൗസർ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യും, അപ്പോൾ അത് ഇവിടെ വരും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അത് കഴിയുമ്പോൾ എന്നിട്ട് അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ഡയറക്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പോസ്റ്റ് റിക്വസ്റ്റ്. എന്നിട്ട് എൻ്റെ പോർട്ട്, എൻ്റെ ബാക്ക് എൻഡ് ഹോസ്റ്റ് ചെയ്തേക്കുന്ന പോർട്ട് 3000 /users എന്ന് പറയും അല്ലേ, ഇവിടെ കൊടുത്തേക്കുന്ന യൂസേഴ്സ് അല്ലേ, ആണല്ലോ യൂസേഴ്സ്. അതിലായിട്ട് നമ്മൾ ഫസ്റ്റ് ജെയ്സൺ ഫോർമാറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് /യൂസർ നെയിം ഈക്വൽ ടു വിനായകനും മൊബൈൽ നമ്പർ ഈക്വൽ ടു എൻ്റെ മൊബൈൽ നമ്പറും ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാനത് സെൻഡ് ചെയ്തു. അവിടെ എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ, എന്താണ് യൂസർ എന്നാണ്, സോറി യൂസേഴ്സ് എന്നല്ല, യൂസർ എന്നാണ് റിക്വസ്റ്റ്. നമ്മൾ സെൻഡ് ചെയ്തു. ഡേറ്റ പോകുന്നുണ്ട്, കണ്ട ഡേറ്റ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ട. അപ്പം
ഡേറ്റ നമുക്ക് ഈ ഫോർമാറ്റിൽ നമുക്ക് ഈ കളക്ഷനിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ സ്കീമ രജിസ്റ്റർ ചെയ്തത്. ഫോർമാറ്റ് ഒന്നും ഫോർമാറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി അത് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഈ ഫോർമാറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത് ഈ ഫോർമാറ്റിൽ തന്നെയാണ്. നമുക്ക് ഇവിടെ ഏത് ഫോർമാറ്റിലും പാസ് ചെയ്യാം. നമുക്ക് യൂസർ നെയിം മാത്രമാണെങ്കിൽ യൂസർ നെയിം പാസ് ചെയ്യാം. യൂസേഴ്സിൽ യൂസർ നെയിം മാത്രം ഞാനിപ്പോൾ ഇടാന്ന് വെച്ചാൽ യൂസർ നെയിം മാത്രം വരും ഉള്ളല്ലോ. പക്ഷെ കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഈ സ്കീമുകളനുസരിച്ച് രജിസ്റ്റർ ആകത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇതെന്ത് ചെയ്യും? യൂസർ സേവ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ എടുക്കും. യൂസർ എന്ന വേരിയബിൾ ഈക്വൽ ടു എന്ത് ചെയ്ത് അവൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈം എടുക്കണം. ഈ രജിസ്റ്റർ ആണ്, അത് ഞാൻ പറഞ്ഞുതരാം. അവൈറ്റ് അത് നിങ്ങൾക്ക് അറിയാൻ നേരത്തെ പഠിച്ചു കാണുമല്ലോ. അപ്പോൾ അവൈറ്റിനാണെങ്കിൽ അത് അസിംഗ് ഫംഗ്ഷൻ ആയിരിക്കും. അവൈറ്റ് യൂസർ മോഡലിലേക്ക് റിക്വസ്റ്റ് ഡോട്ട് ബോഡി. ഇപ്പോൾ മനസ്സിലായോ? എന്ന് വെച്ചാൽ ആദ്യം ചെയ്യാൻ പോണത് യൂസർ മോഡലിലേക്ക് നമ്മുടെ ഈ കിട്ടുന്ന ഡേറ്റ എടുത്ത് വെക്കുന്നു. ഈ യൂസർ മോഡൽ എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് എന്ന് പറഞ്ഞ കളക്ഷനോട്ട് കണക്ട് ഇടാം. ഈ സ്കീമയായിട്ടും കണക്ട് ഇടാം. ഈ സ്കീമ നോക്കും, ഈ കളക്ഷനോട്ട് ലിങ്ക് ആവും. മനസ്സിലായല്ലോ? റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഈ സ്കീമയായിട്ട് ലിസ്റ്റ് ആവും. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പാസ് ചെയ്യണം? ഇങ്ങനെ പാസ് ചെയ്ത് എറർ കാണിക്കും. കാരണം ഇവിടെ ഒറ്റ ഡേറ്റ ഉണ്ട്. ആ സ്കീമയിൽ 2 ഡേറ്റ വേണ്ടി മൊബൈൽ നമ്പറും വേണം. ഇങ്ങനെ പാസ് ചെയ്യണം. അപ്പം നമ്മുടെ ആ മോഡലിലായിട്ട് നമ്മുടെ റിക്വസ്റ്റ് ഡോട്ട് ബോഡി എടുത്തു വെച്ചിട്ട് ആ ഡേറ്റ, ആ യൂസർ എന്നുള്ള ഡേറ്റ, ആ വേരിയബിൾ ഡോട്ട് സേവ് ഡേറ്റാബേസ് ആയിട്ട് സേവ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇപ്പോഴേക്കും നമ്മുടെ ഡേറ്റ സേവ് ആയി. നമുക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി സേവ് ആയാൽ നമുക്ക് നോക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പസാണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ, എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുന്ന വിചാരിക്കുന്നു. ഇതിൽ 27017 നമ്മുടെ ഡേറ്റാബേസിൻ്റെ പേര് എന്തായിരുന്നു? സ്റ്റഡി എന്നല്ലായിരുന്നു. സ്റ്റഡി വന്നിട്ടുണ്ട്. യൂസേഴ്സ് എന്ന കളക്ഷൻ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ട്. കണ്ട ഡേറ്റാബേസ് ആയിട്ട് സാധനം വന്നിട്ടുണ്ട് കളക്ഷനിൽ. ഇനി നമുക്ക് വേറൊരു പേര് കയറ്റാം. ഇനി നമുക്ക് ഒരു റെസ്പോൺസ് കൊടുക്കാം. റെസ്പോൺസ് ഡോട്ട് ഇത് വന്നു കഴിഞ്ഞാൽ, സേവ് ആയി കഴിഞ്ഞാൽ റെസ്പോൺസ് ഡോട്ട് സെൻഡ് തിരിച്ച് റെസ്പോൺസ് കൊടുക്കും. അതിനകത്ത് എന്ത് കൊടുക്കും? നമുക്ക് ജസ്റ്റ് ഡേറ്റ സ്റ്റോർ എന്നുണ്ട്. ഡേറ്റ സ്റ്റോർ എന്നൊരു മെസ്സേജ് നമുക്ക് ഇപ്പോൾ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കാം. വേറൊരു പേരാക്കാം. അനാമിക റിക്വസ്റ്റാണ്. ഞാനിപ്പോൾ സെൻഡ് കൊടുത്തു. വേണ്ട, ഇവിടെ റിക്വസ്റ്റിൻ്റെ സ്റ്റോർ ആയെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം. വേണ്ട, അനാമിക വന്നിട്ടുണ്ട്. ഡേറ്റ അപ്പോൾ സ്റ്റോർ ആയിട്ടുണ്ട്. മനസ്സിലായി? ഇങ്ങനെ നമുക്ക് റെസ്പോൺസ് ആയിട്ട് എന്തുകൊണ്ടും വയ്ക്കാം. അപ്പോൾ നമുക്ക് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാൻ പറ്റും. റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 200. സ്റ്റാറ്റസ് നമുക്ക് 200 ആക്കി സ്റ്റാറ്റസ് ഒക്കെ പാസ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റസ് ഇങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് പാസ് ചെയ്യും. ലക്ഷ്മിന്നാണെങ്കിൽ സെൻഡ് കണ്ട, ഇവിടെ സ്റ്റാറ്റസ് 200 വന്നിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡേറ്റ സ്റ്റോർ ആണ്. ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി അടുത്ത പരിപാടി ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം നമുക്ക് എടുക്കണ്ടേ, തിരിച്ചെടുക്കണം കാണാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ വെച്ചാൽ ഡേറ്റാബേസിൽ നിന്ന് ഫ്രണ്ട് എൻഡിലോട്ട് എടുക്കാനായിട്ട് അതിന് നമ്മൾ റൂട്ടറിലോട്ട് ഗെറ്റ് എഴുതും. റൗട്ടർ ഡോട്ട് ഗെറ്റ് എടുത്തിട്ട് ഒരു എൻഡ് പോയിന്റ് യൂസേഴ്സ് അതിനകത്ത് റിക്വസ്റ്റ് കോമ റെസ്പോൺസ്. ഇനി എന്ത് ചെയ്യും? var യൂസർ വേരിയബിൾ ഈക്വൽ ടു അവൈറ്റ് ആണെങ്കിൽ അസിങ്ക് ആക്കണം. അസിങ്ക്
അവൈറ്റ് യൂസർ മോഡൽ അല്ലേ, യൂസർ മോഡൽ അല്ലേ ഡോട്ട് ഫൈൻഡ്. ഒരു ഫംഗ്ഷനാണ് ഫൈൻഡ്. ഡേറ്റ എടുത്തോണ്ട് വരാനുള്ള ഫംഗ്ഷൻ. ഫൈൻഡ് ഉണ്ട്, ഫൈൻഡ് 1 ഉണ്ട്. ഫൈൻഡ് ചെയ്തിട്ട് ആ ഡേറ്റയിലായിട്ട് നമ്മൾ ചുമ്മാ ഒന്നുമില്ല, നമ്മൾ കുറേ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം എടുത്തോണ്ട് വരട്ടെ. അപ്പൊ ഒരു ബ്രേസ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡേറ്റയും അതിൽ നിന്ന് എടുത്തോണ്ട് വരും. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ആ കിട്ടുന്ന ഡേറ്റ. ഓക്കെ, ഇത് നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് റിക്വസ്റ്റ് വിടാം. യൂസേഴ്സ് എന്ന റിക്വസ്റ്റ് ഗെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ യൂസേഴ്സ് ഗെറ്റ് കണ്ടല്ലോ. അപ്പൊ അവിടെ ബോഡി ഒന്നും വേണ്ട, ബോഡി എടുത്ത് മാറ്റാം. ബോഡി ഒന്നും സെൻഡ് ആവില്ലല്ലോ, ബോഡി ഒന്നും നമുക്ക് വേണ്ട. സെൻഡ് ബോഡി പാസ് ചെയ്തോണ്ടാണ്. ഗെറ്റ് റിക്വസ്റ്റ് യൂസർ എന്നല്ലല്ലോ നമ്മൾ ഇട്ടുന്ന, യൂസേഴ്സ് എന്നാണ്. സോറി, സെൻഡ് ഗെറ്റ് റിക്വസ്റ്റ്. ഗെറ്റ് റിക്വസ്റ്റ് അല്ല സെൻഡ്. ലോക്കൽ ഹോസ്റ്റ് 3000 /users വേറെ ഇല്ലല്ലോ. ഇവിടെ ചെയ്യുന്നത് യൂസർ ഈക്വൽ ടു അവൈറ്റ് യൂസർ മോഡൽ ഡോട്ട് ഫൈൻഡ് ഓൾ ഡേറ്റ കൺസോൾ ഡോട്ട് ലോഗ് യൂസർ ഡോട്ട് ഗെറ്റ്. സോറി, ഇവിടെ നമ്മൾ സ്ലാഷ് ഇട്ടില്ല. എല്ലാ എൻ പോയിന്റും എടുക്കുമ്പോഴും ഇത് നല്ല മണ്ടത്തരം പോയി സ്ലാഷ് ഇട്ടിട്ട് ആ എൻ പോയിന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. സ്ലാഷ് യൂസേഴ്സ് എൻ പോയിന്റ് കൊടുത്ത് ഇപ്പൊ നമ്മുടെ ഡേറ്റ മൊത്തം വന്നിട്ടുണ്ട് ഇവിടെ. കണ്ട, എല്ലാ ഡേറ്റയും നമ്മൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഡേറ്റ എടുക്കുന്നത്. ഈ ഡേറ്റ നമുക്ക് തിരിച്ച് റെസ്പോൺസ് ആയിട്ട് വേണമെങ്കിൽ സെൻഡും ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് സെൻഡ് യൂസർ സെൻഡ്. അപ്പോൾ ഇവിടെ വരും ഡേറ്റ. കണ്ട, രണ്ട് ഡേറ്റ. ഇങ്ങനെ നമുക്ക് ഡേറ്റ എടുക്കോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. നിങ്ങൾ ഇനി ഇവിടെ കുറച്ച് കുറയിക്കാൻ നോക്കണം. ഇപ്പൊ ഇതിന്റെ ഡേറ്റയിൽ കുറച്ച് കുറേ ഉപയോഗിക്കാം. അപ്പൊ ഐ ഡി ഇതാണെങ്കിൽ Ctrl+C ഫൈൻഡ് ഐ ഡി ഈക്വൽ ടു പേരെന്തായിരുന്നു പറയുന്നത്, ഈ ഐ ഡി കൊടുക്കാം. നിങ്ങളിത് ഫ്രണ്ട് എൻഡിൽ നിന്ന് ഐ ഡി പാസ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെയൊക്കെ കുറേ ചെയ്ത് നോക്കണം. അപ്പൊ ഒരാളുടെ മാത്രമേ കിട്ടത്തുള്ളൂ. കേട്ടോ, വിനായക് സ്പെസിഫിക് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഐ ഡി കൊടുത്തിട്ട് ഇന്നാണ്ടാന്ന്. ഇവിടെ നമുക്ക് എഴുതാം, കുറേ വാല്യൂസ് എഴുതാം. ഐ ഡി വെച്ച് കണ്ടുപിടിക്കാം, യൂസർ നെയിം വെച്ച് കണ്ടുപിടിക്കാം, മൊബൈൽ നമ്പർ വെച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ പല രീതിയിൽ ഡേറ്റ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരാളുടെ മാത്രം. ചുമ്മാ ബ്രേസ് ബ്രാക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുവാണെങ്കിൽ എല്ലാവരുടെയും ഡേറ്റ പാസ്, എല്ലാവരുടെയും കിട്ടും. കണ്ട, ഫുൾ ഡേറ്റ കിട്ടും. മനസ്സിലായാലും ഇത്രയുള്ളൂ. ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശരി എന്നാൽ.